എ ഐ ഉപയോഗിക്കുന്ന ഒരാൾ ഈസ് ഗോൺ ടു ബി മോർ പ്രൊഡക്റ്റീവ്. ഓർഗനൈസേഷൻ്റെ നീഡ് എന്ന് പറയുന്നത് സ്മാർട്ട് വർക്ക് സ്മാർട്ട് വർക്കാണ്. ഇൻട്രസ്റ്റലാറിലൊരു ഡയലോഗ് ഇല്ലേ, ഭൂമിയിലുള്ളൊരു കൊല്ലവും വേറൊരു പ്ലാനറ്റിലുള്ളൊരു കൊല്ലവും പോലെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 10 ഇന്റർനെറ്റ് ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു എ ഐ ഇയർ ആണ്. സമ്മൺ ഹൂ ഇസ് യൂസിങ് എ ഐ ഹാസ് എൻ എഡ്ജ് ഓവർ പേഴ്സൺ ഹൂ ഇസ് നോട്ട് യൂസിങ് എ ഐ. ഇപ്പോൾ ഓപ്പൺ എ ആണെങ്കിലും ജെമിനി ആണെങ്കിലും ലുക്ക് അറ്റ് ദ ബിഗർ പ്ലാറ്റ്ഫോംസ്, എവറി ഡേ ഇറ്റ്സ് ഗിവിങ് എ സർപ്രൈസ് ടു യു. ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ ദ ഫിയർ ഇസ് റിയൽ. നമ്മളിപ്പോൾ ഒരു ടെക്നോളജി ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ആൾക്കാർ ഉപയോഗിക്കുന്നതിനേക്കാളുപരി അത് ഗവൺമെൻറ്റിൻ്റെ പോയിന്റ് എന്താണ്, അതിനോട്ടുള്ള ടേക്ക് എന്താണെന്ന് നോക്കിയാൽ തന്നെ അതിനൊരു നെക്സ്റ്റ് ഒരു ഭാവി എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം റീസെൻ്റ്ലി നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, പല പല ഗവൺമെൻറ്റ്സും ഇപ്പം ഓപ്പൺ എ അവരുടെ ഒരു സ്റ്റഡി മെറ്റീരിയൽ പ്രോസസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇനി എന്താണ് ഇതിനൊരു ചേഞ്ച് വരാൻ പോകുന്നത്? ഇങ്ങനത്തെ കൺട്രീസ് ഏതൊക്കെയാണ് ഇപ്പോൾ ഓപ്പൺ എ അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ജുഡീഷ്യൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ യു എസിൽ ഫസ്റ്റ് ടൈം ഇപ്പോൾ 8 മാസം മുമ്പ് യു എസിൽ ഫെഡറൽ ഏജൻസീസിൻ്റെ എല്ലാം FBI. ഫെഡറൽ ഏജൻസി FBI മാത്രമല്ല, അതിലിപ്പോൾ ഇപ്പം ഇവിടുത്തെ കേരള വാട്ടർ അതോറിറ്റി, അവിടെ അങ്ങനെ പല പല ഏജൻസീസ് ഉണ്ട്. ഗവൺമെൻറ് ഏജൻസീസ് ഹു ആർ ഇൻ ടു ഫംഗ്ഷൻ ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ്. അവരിതെടുത്തു ഓപ്പൺ എ വെച്ചാണ്. അവർ മുഴുവൻ ഡേറ്റയും അനാലിസിസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എംപ്ലോയീസിനൊക്കെ കൊടുക്കുന്നൊരു പ്രൊഡക്ടിവിറ്റി ടൂളാക്കിയിട്ട്, പ്രൊഡക്ടിവിറ്റി ടൂൾ മാത്രമല്ല, ആക്ച്വലി അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് നടത്തുന്നു അതിനകത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ എ ഈസ് നൗ ബീങ് അക്സെപ്റ്റഡ് ആ ലെവലിൽ. ഇന്നലെ ബ്രിട്ടീഷ് ജുഡീഷ്യൽ മിനിസ്ട്രി അവർ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള കൊളാബറേഷൻ തുടങ്ങി. ലൈക്ക് അവരുടെ മോസ്റ്റ് ഓഫ് ദ റുട്ടീൻ ടാസ്കുകൾ. പക്ഷെ റുട്ടീൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് ഒത്തിരി ഡേറ്റയുണ്ട്. റൈറ്റ്, ആ റുട്ടീൻ ടാസ്ക് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇമെയിൽ റൈറ്റിംഗ് മാത്രമല്ല, അതിനകത്ത് വരുന്ന അവരുടെ ഓർഗനൈസേഷണൽ ഡേറ്റ, നൂറുകണക്കിന് കേസസ്, ലൈക്ക് നൂറല്ല, മേ ബി തൗസൻഡ്സ് ഓർ 10,000s, ആ കേസസ് മുഴുവൻ അവർ ഉപയോഗിച്ചു. ഇതിനൊരു ഓപ്പൺനെസ്, ഇപ്പോൾ നമ്മൾ മുമ്പ് ഗവൺമെൻറ്റുകൾ ഇതിനെ ഭയങ്കര സ്കെപ്റ്റിക്കലായിട്ട് കണ്ടിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഗവൺമെൻറ്റ്സിന് ഇതിനെ മനസ്സിലാക്കാനും എന്ന് പറയും ഇവാലുവേഷൻ നടത്താനും ആ ഗവൺമെൻറ് പ്രോസസ്സിലേക്ക് എ ഐയുടെ മോഡൽസിനെ കൊണ്ടുവരാനും ഒക്കെയുള്ള ഒരു ഓപ്പൺനെസ് ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. വാർത്തകളിലൂടെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, നമുക്ക് നേരിട്ട് അനുഭവമില്ല. പക്ഷേ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് വരെ ഒരു എ ഐ പോളിസി ഉണ്ട് അവർക്ക്. റൈറ്റ്, അപ്പോൾ ഈയിടെയാണ് എ ഐ പോളിസിയിൽ സ്വല്പം ഒരു സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ളൊരു നിലപാട് അവർ എടുക്കാൻ പോകുന്നത്. അത് കോണ്ടന്റ് ക്രിയേഷൻ ഏരിയയിലാണ്. കാരണം റിയൽ എ ഐയും ഉണ്ടാക്കുന്ന കോണ്ടന്റും ഹ്യൂമൻസ് ഉണ്ടാക്കുന്ന കോണ്ടന്റും തമ്മിൽ വലിയ വ്യത്യാസം കാണുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങൾ അത് ലേബൽ ചെയ്യണം. ഇപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ അതിൻ്റെ ഇത് വരികയും ചെയ്തില്ല, പോളിസി വരികയും ചെയ്തില്ല. അതായത് യൂസ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല, ഒരു പോളിസി. എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ ഗൂഗിളിൻ്റെ സ്വല്പം അതാണ്. കാരണം മീൻസ് ഇതിനകത്ത് പറ്റിപ്പോയെന്ന് വെച്ചാൽ ഗൂഗിളിന് ആ റേസിൽ സ്വല്പം ഒരു ക്ഷീണം വന്നിട്ടുണ്ട്. അപ്പം അത് കാരണം ഗൂഗിളിൻ്റെ പോളിസീസ് ഒക്കെ ഇത്തിരി അസൂയ ഉണ്ട്, കുശുമ്പുണ്ട്. അപ്പൊ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് AI വോണ്ട് റീപ്ലേസ് യു ബട്ട് സമ്മൺ യൂസിങ് AI വിൽ എന്നുള്ളത്. അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എങ്ങനെയാ? ഇപ്പൊ അതൊരു എ ഐ തുടങ്ങിയ സമയത്ത് വന്നിട്ടുള്ളൊരു പോപ്പുലർ മീമാണ് ശാഖ്യം പറഞ്ഞ. കുറേ അർത്ഥമുണ്ട് അതിനകത്ത്. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ എ ഐ ഉപയോഗിക്കുന്ന ഒരാൾ ഈസ് ഗോൺ ടു ബി മോർ പ്രൊഡക്റ്റീവ്. അപ്പോൾ മോർ പ്രൊഡക്റ്റീവ് ആളും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ലെവലിൽ പ്രൊഡക്റ്റീവ് ആളും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ വയ്ക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എ ഐ ഉപയോഗിക്കുന്ന ആൾക്കൊരു എഡ്ജ് ഉണ്ട്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ തന്നെ സ്മാർട്ടായിട്ടൊരു ആൾ എ ഐ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആൾ വലിയ മര്യാദക്കാരനൊന്നല്ല വിചാരിക്കുക. റൈറ്റ്, ആദ്യമൊക്കെ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ മുഴുവൻ നടത്തുന്ന ഇയാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മര്യാദ പോലും നമ്മൾ മാറ്റി വെക്കട്ടെ. കാരണം ഓർഗനൈസേഷൻ്റെ നീഡ് എന്ന് പറയുന്നത് സ്മാർട്ട് വർക്ക് സ്മാർട്ട് വർക്കാണ്. അപ്പോൾ ഇയാളുണ്ടെങ്കിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ചിലപ്പോൾ വേറെ നല്ല ആൾക്കാരുണ്ട് അവിടെ, ബട്ട് എ ഐ ഇസ് എനേബിളിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് എ തിങ്. പണ്ട് നമ്മുടെ ലെഡ്ജർ യൂസ് ചെയ്യുന്ന അക്കൗണ്ടന്റിനും ടാലി പഠിച്ചിട്ട് കമ്പ്യൂട്ടറോട്ട് വരുന്ന അക്കൗണ്ടന്റും തമ്മിലുള്ള ഒരു റേസ് ഉണ്ടാവും. വ്യത്യാസമുണ്ട്. അപ്പോൾ അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു മീമിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. കാരണം സമ്മൺ ഹൂ ഇസ് യൂസിങ് എ ഐ ഹാസ് എൻ എഡ്ജ് ഓവർ പേഴ്സൺ ഹൂ ഇസ് നോട്ട് യൂസിങ് എ ഐ. പക്ഷെ അതിനെയൊക്കെ ഒരു ഒന്നുകൂടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എ ഐ വിൽ മേക്ക് യു 10x, അങ്ങനെ ചിന്തിക്കാം. സോ അപ്പം പ്രോഗ്രാമിങ്ങിൽ നമ്മളൊരു ടേം ഉണ്ട്, 10x പ്രോഗ്രാമർ എന്ന് പറഞ്ഞ ടേം ഉണ്ട്. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഹീ ക്യാൻ ഡു മച്ച് ബെറ്റർ ദാൻ അതർ പ്രോഗ്രാമേഴ്സ്. ഇന്ന്
10x പ്രോഗ്രാം എല്ലാവരും 10x പ്രോഗ്രാമേഴ്സാണ് വിത്ത് AI. എ പ്രോഗ്രാമർ who has Cursor, Claude, ChatGPT 5 model, Gemini, or that any other text to app platforms is actually a 10x programmer. അയാൾക്ക് ഇന്ന് 5 മിനിറ്റ് കൊണ്ട് 200 ലൈൻ കോഡ് ഉണ്ടാക്കാം. ഒരു ഫുൾ ഡേ കൊണ്ട് ഒരു ഫുൾ കോഡ് ബേസ് ഉണ്ടാക്കാം. അപ്ലോഡ് ഓൺ GitHub. ആക്ച്വലി ബിക്കം an ഓണർ ഓഫ് ദ GitHub. ബിക്കോസ് AI വെച്ചുണ്ടാക്കിയ കോഡ് എന്ന് പറയുന്നത് നിങ്ങളാണ് ഉണ്ടാക്കിയതെങ്കിൽ you are the owner of it, right? And you can upload in GitHub. You are the owner of it, right? ഇത്തരത്തിലൊരു ജനറേറ്റീവ് AI ഒരു കേപ്പബിലിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പോൾ പ്രോഗ്രാമേഴ്സിന് നമ്മളിപ്പോൾ കിട്ടിയിരിക്കുന്നത്. AI കുറിച്ച് സംസാരിക്കുമ്പോൾ നെക്സ്റ്റ് വന്ന് ജനറേറ്റീവ് AI വേൾഡ്. ഇതിൻ്റെ എക്സ്ട്രീം വേർഷൻ എന്തായിരിക്കും? കാരണം നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു ബേസിക് കമ്പ്യൂട്ടറിൽ നിന്ന് ഇപ്പോൾ ഒരു എക്സ്ട്രീം വേർഷൻസിലേക്ക് വരെ കമ്പ്യൂട്ടർ മാറിയിട്ടുണ്ട്. ഒരു സിസ്റ്റം മാറിയിട്ടുണ്ട്. സോ ഒരു AI എക്സ്പേർട്ട് എന്ന നിലയിൽ ഇതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ എന്തായിരിക്കും? ഇന്ന് നമ്മൾ കാണുന്ന AI-നെ പലരും പറയുന്നത് ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ് എന്നാണ്. ഇപ്പം എന്തുകൊണ്ടാണ് നാരോ എന്ന് ചോദിക്കുന്നത്? നാരോ ഇൻ്റലിജൻസിന് പരിമിതികളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നും ഇമേജ് ലെവലിലും വീഡിയോ ലെവലിലൊന്നും ആ ലെവലിൽ എത്തിയിട്ടില്ല. ചില റീസണിങ് ടാസ്കുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ചില ഗ്യാപ്പുകളുണ്ട്. ഇറ്റ് ഇസ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. കഴിഞ്ഞ ഒരു കൊല്ലത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ്. ഇൻട്രസ്റ്റെല്ലാറിലൊരു ഡയലോഗില്ലേ, ഭൂമിയിലുള്ളൊരു കൊല്ലവും വേറൊരു പ്ലാനറ്റിലുള്ളൊരു കൊല്ലവും പോലെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 10 ഇൻ്റർനെറ്റ് ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു AI ഇയറാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട് ഇൻ്റർനെറ്റ് ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ് ആണ് കഴിഞ്ഞ 2 കൊല്ലത്തിൽ AIക്ക് ഉണ്ടായത്. സോ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യില്ല. നമ്മൾ പഠിച്ചിട്ട് AI ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതല്ല. AI ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ അതിനനുസരിച്ച് പഠിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഓപ്ഷനുള്ളൂ. ഇപ്പം നാരോ ഇൻ്റലിജൻസ് ആണ് ഇപ്പോൾ പറയുന്നത്. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നതാണ് ആക്ച്വലി ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ്. അതിനും അപ്പുറത്തേക്കാണ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് പറയുന്ന ഈ വാക്ക്. ഇത് AGI എന്ന് പറയുന്ന പല ആൾക്കാരും പല രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ക്ലോഡിൻ്റെയൊക്കെ CEO പറയുന്ന AGI വരുമ്പോൾ ഒരു മാർക്കറ്റിംഗ് ടേം ആണെന്ന് പറയുന്നത്. റൈറ്റ്. AGI വരുന്നു എന്ന് പറഞ്ഞാൽ മാത്രമാണ് AIയിലേക്ക് പൈസ വരുള്ളൂ. റൈറ്റ്. ലോട്ട് ഓഫ് ബിഗ് ഇൻവെസ്റ്റേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ AGI. റൈറ്റ്. കാരണം AGI വന്നു കഴിഞ്ഞാൽ കുറച്ച് കമ്പനികളായിരിക്കും എൻറ്റയർ AI ഡൊമെയിൻ ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടത് കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. റൈറ്റ്. 2 എൻറ്റയർ എക്കോണമീസിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോസിബിലിറ്റിയാണ് AGI കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് എക്സ്ട്രീം വിച്ച് ഇപ്പോഴത്തെ നമ്മുടെ നിലയിലുള്ള എക്സ്ട്രീം എന്ന് പറയുന്നത് AGI ആണ്. ചില ആൾക്കാർ പറയുന്നത് 20 കൊല്ലം കൊണ്ടേ വരുള്ളൂ. ചില ആൾക്കാർ പറഞ്ഞു അത് വരാൻ സാധ്യതയില്ല. ചില ആൾക്കാർ 2028 വരും. അപ്പോൾ ഇതിൽ ഫിയർ ഫാക്ടർ അല്ലെങ്കിൽ സ്കെയറിയസ്റ്റ് അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് ആ ഒരു സൈഡ് ഏതാ? ഇത് ശരിക്കും നോക്കുകയാണെങ്കിൽ AIക്ക് ഇപ്പോൾ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയും. നമ്മൾ ഫോമോ എന്ന് പറയുന്ന സാധനമാണ്. ഈ ഫോമോ ശരിക്കും വളരെ വർക്കൗട്ട് ആയിട്ടുള്ളൊരു ഏരിയ ആണ് AI. എന്ന് വെച്ചത് നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. ഫോമോ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ AIയുടെ സ്പീഡ് ഓഫ് ഗ്രോത്ത് നമ്മൾ ഇതിനു മുമ്പ് കാണാത്ത ലെവലിലുള്ള ഗ്രോത്ത് ആയതുകൊണ്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളതിനെ പറ്റി നമുക്ക് ചിന്തിക്കാനുള്ള സമയം പോലും ഇല്ല. റൈറ്റ്. ഓരോ ദിവസവും അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ്. ഇപ്പോൾ OpenAI ആണെങ്കിലും Gemini ആണെങ്കിലും ലുക്ക് അറ്റ് ദ ബിഗർ പ്ലാറ്റ്ഫോംസ്. എവറി ഡേ ഇറ്റ്സ് ഗിവിങ് എ സർപ്രൈസ് ടു യു. റൈറ്റ്. ആൻഡ് സർപ്രൈസ് എന്ന് ചെറിയ സർപ്രൈസ് അല്ല. എൻറ്റയർ പ്രോഡക്ട്സിനെയും പ്ലാറ്റ്ഫോംസിനെയും നമ്മുടെ ഐഡിയ ഓഫ് ഡൂയിങ് തിങ്സിനെയൊക്കെ മാറ്റുന്ന രീതിയിലുള്ള സർപ്രൈസസ് ആണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. അപ്പോൾ ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ ദ ഫിയർ ഇസ് റിയൽ ആക്ച്വലി ഇഫ് യു റിയലി ലുക്ക് അറ്റ് ഇറ്റ്. ബട്ട് ഹൗ ടു വർക്ക് വിത്ത് ഇറ്റ് എന്നുള്ളതാണ്. റൈറ്റ്. ദാറ്റ്സ് വൈ ഓൺട്രപ്രനർഷിപ്പാണ് ഇനിയുള്ള കാലത്തുള്ളൂ. ഇനി എംപ്ലോയി മൈൻഡ് സെറ്റും വെച്ച് നമ്മൾ ആരെങ്കിലും നമ്മളെ ഇപ്പോൾ സംബഡി വിൽ കം ആൻഡ് സേവ് മീ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിനി ഇല്ല. പക്ഷേ എന്റർപ്രണർ ഇങ്ങനെ ഡെവലപ്പ് ആകുമ്പോഴത്തേക്കും അത് എംപ്ലോയിക്കും ബെനിഫിറ്റ് തന്നെയല്ലേ? ദേ വിൽ ടീച്ച് ദം അല്ലേ? ഓക്കെ. അത് 2 തരത്തിലാണ്. ഒന്നെന്ന് പറയുന്നത് ഒരു AI ഓൺട്രപ്രണർക്ക് അധികം എംപ്ലോയീസ് വേണ്ട എന്ന് പോകാൻ വേണ്ടി കാര്യം. റൈറ്റ്. എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? മേ ബി ഫ്രണ്ട്ഷിപ്പ് വേണം നമുക്ക്. റൈറ്റ്. ഇപ്പോൾ AI ഓൺട്രപ്രണർ ആയതുകൊണ്ട് നമുക്ക് എല്ലാ വർക്ക് ഏജൻസി ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ക്വാളിറ്റി ഹ്യൂമൻ റിലേഷൻഷിപ്സ് വേണം. പക്ഷേ എംപ്ലോയീസ് വേണ്ട. അല്ലെങ്കിൽ നമുക്ക് ഓഫീസിൽ നമുക്ക് സംസാരിക്കാൻ 2 പേര് വേണം. പക്ഷേ എംപ്ലോയീസ് വേണമെന്ന് അപ്പോൾ വെച്ചാൽ പണ്ട് ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ 5 പേരും കൂടി ഒരു സ്ഥാപനം തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഒരാളും ചിലപ്പോൾ ബാക്കി 3 ഏജൻസ് മതിയായിരിക്കും. AI ഏജൻസ് മതിയായിരിക്കും. പക്ഷേ അതേ സമയത്ത്
അവിടെ വേറൊരു ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം മുമ്പ് കൂടെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത 3 എംപ്ലോയീസ് ഉണ്ടല്ലോ. അവര് ചിലപ്പോൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഓണ്ടർപ്രണറായി മാറാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും. അങ്ങനെയുള്ള ഹൈ ഏജൻസി എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇനിയുള്ള അവസരം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇല്ലാതെ, ലൈക്ക് പണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ക്യാപിറ്റലായിരുന്നു നമ്മുടെ ബാരിയർ. സാലറി മാത്രം ഒരു 5 കൊല്ലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ഉണ്ടാവില്ല, ലൈക്ക് സേവിങ്സ് പോലും ഉണ്ടാവില്ല. ആ സമയത്ത് എങ്ങനെ നമ്മൾ ക്യാപിറ്റൽ ഇറക്കി? ഇന്ന് ക്യാപിറ്റൽ ഇല്ലാതെ നമുക്ക് ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അപ്പോൾ ഈയിടെ ഞാൻ അനുപം മിത്തലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അയാൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇന്നത്തെ കാലത്ത് ഇൻ്റലിജൻസ് ഫേക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ കറേജ് ഒരിക്കലും ഫേക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് ഭയങ്കര ഒരു ഇൻ്റലിജൻറ്റ് ആർട്ടിക്കിളൊക്കെ ഒന്ന് എഴുതിയിട്ടിട്ട് ഇയാൾ എന്താല്ലേ തോട്ട് വേറെ ലെവലാന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ കറേജ് ഒരിക്കലും, കാരണം നമ്മുടെ ഡിസിഷൻസും നമ്മൾ ചെയ്യുന്ന ആക്ഷൻസും ആണ് നമ്മുടെ കറേജ്. അത് AI കൊണ്ട് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓൺടർപ്രണർഷിപ്പിന് വാല്യൂ കൂടാൻ പോവാണ്. കറേജ് ഉണ്ടായാലും മാത്രല്ലേ നമുക്കൊന്ന് തുടങ്ങാൻ പറ്റുള്ളൂ. ആബ്സല്യൂട്ട്ലി. സ്പിരിറ്റ് ഓഫ് എൻ്റർപ്രൈസ് എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വെറും ഈ ഷട്ടം ഇതിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഐ ക്യാൻ ഡു സംതിങ് എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഐ പ്രോബ്ലി നീഡ്, ഇപ്പം എൻ്റെ കയ്യിലുള്ള കാശ് മതി, ഞാൻ പുറത്തിറങ്ങും, ഞാൻ ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കും, ഞാൻ സാധനം ഇറക്കും, ഐ എം ഗോയിങ് ടു സെൽ ദിസ്, സംബഡി ഈസ് ഗോയിങ് ടു ബൈ ദിസ് ആൻഡ് ഐ ക്യാൻ സസ്റ്റെയിൻ മൈ ലിവിങ്. ഈ ഒരു കോൺഫിഡൻസ് ശരിക്കും ഒരു ഓൺടർപ്രണറിയൽ കോൺഫിഡൻസ് ആണ്. ഇതാണ് ഇനി വരാൻ പോകുന്നത്. ഇനി വേറൊന്നുണ്ട്, സാധാരണ എംപ്ലോയി മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർക്ക് പോലും ഈ ഓൺടർപ്രണറിയൽ കോൺഫിഡൻസ് കൊണ്ടുവരാനായിട്ട് AI പറ്റുന്നുള്ളതാണ്. അതിൻ്റെ സാധ്യതകളുണ്ട്. പണ്ട് പീപ്പിൾ ഹയറിങ് വലിയ പ്രശ്നമാണ്. ക്യാപിറ്റൽ, ഇവർക്ക് സാലറി കൊടുക്കണം. ആദ്യത്തെ 6 മാസത്തേക്കുള്ള സാലറി നേരത്തെ കരുതി വെച്ചിട്ട് വേണം നമുക്ക് കാര്യങ്ങൾക്ക് കിടക്കാനായിട്ട്. അപ്പോൾ ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രം നടത്താൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് നമുക്ക് $20 വെച്ച് ചെയ്യാൻ പറ്റും. പെയ്ഡ് ടൂൾസ് കൊണ്ട് മാത്രമേ എന്തെങ്കിലും കാര്യം നടക്കുള്ളൂ. ഞാൻ എപ്പോഴും പറയും, കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ചോദിച്ചു, ഒരു ബിസിനസ് തുടങ്ങി ഇപ്പോൾ എന്ത് വേണം? ഒരു 5 ടൂൾ ഉണ്ടെങ്കിൽ, 5 ടൂൾ അപ്പം തന്നെ വേണമെന്നില്ല, ഒരു 3 മാസം കൊണ്ട് അപ്ഗ്രേഡ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഐഡിയയും കൂടി വേണ്ടേ. $100 ആവുന്നുള്ളൂ ഒരു മാസം. $100 ആണ് ₹8,000. ₹8,000 കൊണ്ട് യു ഹാവ് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് ബിസിനസ് ടു റൺ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ $100 യൂസ് ചെയ്ത് ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്തായിരിക്കും, ഒരു വെഞ്ചർ എന്തായിരിക്കും? ആ വെഞ്ചറിനൊക്കെ ഉപരി നമ്മളൊരു ഒരു മെന്റൽ മേക്കപ്പ് വേണം. ലൈക്ക് യൂഷ്വലി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എന്തൊക്കെ ടൂൾസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് കുഡ് ബി ലൈക്ക് ഐ വോണ്ട് ടു സ്റ്റാർട്ട് എ കൺസൾട്ടിങ് ഫോം. ബേസിക്കലി നമുക്ക് സ്വല്പം ഡൊമെയിൻ നോളജ് വേണം. ഡൊമെയിൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് ഇൻ ദ ഏരിയ. ഫോർ എക്സാമ്പിൾ നിങ്ങളാണെങ്കിൽ മീഡിയ കൺസൾട്ടിങ് ആരൊക്കെ ആയിരിക്കും നമ്മുടെ ക്ലയൻസ്, ഇവർക്ക് എന്തൊക്കെ വേണം, അത് എപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റും, ഇതിന് വേണ്ട AI ടൂൾസ് എന്തൊക്കെയായിരിക്കും. ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് വിത്ത് ChatGPT 5 മോഡൽ. ഒന്നും ആലോചിക്കേണ്ട, സ്റ്റെപ്പ് 1 ടു ഗെറ്റ് ChatGPT 5 മോഡൽ, $20, റൈറ്റ്. പെർപ്ലെക്സിറ്റി ഗുഡ് മോഡൽ, ബിക്കോസ് നമ്മൾ കുറേയധികം മാർക്കറ്റ് റിസർച്ചും കോമ്പറ്റീറ്റീവ് റിസർച്ചും ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു ടൂളായിരിക്കും പെർപ്ലെക്സിറ്റി. 3, ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ഗൂഗിൾ ജെമിനായി, കാരണം അതിൻ്റെ വീഡിയോ കേപ്പബിലിറ്റീസ് കുറച്ച് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. വീഡിയോ എഡിറ്റിംഗ് കേപ്പബിലിറ്റി, അതിൻ്റെ റിസർച്ച് കേപ്പബിലിറ്റി ഇപ്പോൾ കഴിഞ്ഞ 2 മാസം കൊണ്ട് എൻ്റെ അഭിപ്രായം മാറിയതാണ്. 4, നിങ്ങൾ കുറച്ചും കൂടി കൺസൾട്ടിങ് ലെവലിൽ ഹയർ ലെവൽ സാധനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്ലൗഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. പിന്നെ പ്രസൻറ്റേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ ഗാമ എന്തായാലും മേടിച്ചേ പറ്റും. $1000 പെർ മന്ത്. ഇങ്ങനൊരു സ്റ്റാക്ക് ഓഫ് ടൂൾസ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കൊരു 7,000-8,000 രൂപയെ വരുന്നുള്ളൂ. ഐ എം നോട്ട് സെയിങ് ഇന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണമെന്നല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കംഫർട്ട് ലെവൽ ഉണ്ടാക്കണം. ഓരോ ടൂളിനും ഒരു കംഫർട്ട് ലെവൽ വേണമല്ലോ. അങ്ങനെ ഉണ്ടാക്കിയ ശേഷം ആക്ച്വലി നിങ്ങൾക്ക് ഐഡിയാസ് തരാനായിട്ട് AI തന്നെ ഉണ്ട്. ഇപ്പം നിങ്ങളുടെ യൂണീക്ക് സ്ട്രെങ്സ് ആണെന്ന് കുറച്ചൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ AI മനസ്സിലാക്കും. ഇപ്പം ഞാനെല്ലാം ഇപ്പോൾ AI യോട് ചോദിക്കുന്നത്, പാസ്റ്റ് കോൺവെർസേഷൻ ബേസ് ചെയ്തിട്ട് എനിക്കൊരു എക്സിക്യൂട്ടീവ് കോച്ചിങ് ബ്രീഫിംഗ് താ എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലിട്ട് ആലോചിക്കുന്ന ഐഡിയ ആണ് ശരിക്കും AI പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഫാക്ട് ഞാൻ ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടില്ല. അതിന് മുമ്പേ സബ് കോൺഷ്യസ് ലെവലിൽ എന്തൊക്കെ ഞാൻ സംസാരിക്കുന്നു, അതിൻ്റെ രീതികൾ എന്തൊക്കെയാണ്. ഇൻഫാക്ട് ഞാൻ ഈയിടെ നടത്തിയൊരു സോൾ സെർച്ചിങ് എന്ന് പറയില്ലേ നമ്മൾ, അതിൽ ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ഞാൻ എൻ്റെ സിസ്റ്ററായിട്ടൊക്കെ ഷെയർ ചെയ്തു. ആൾ പറഞ്ഞു ബ്രില്യൻസ്, കാരണം ഒരാൾക്ക് പോലും ധൈര്യത്തോടെ പറയാൻ പറ്റാത്തൊരു കാര്യമാണ് ഇപ്പോൾ AI വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററി കൊണ്ട് ഈ ChatGPTക്ക് നമ്മളെ മനസ്സിലാവോ?
മെമ്മറി എന്ന് പറയുന്ന സാധനം തൊട്ട് ഫോർ എക്സാമ്പിൾ ചാറ്റ് ജി പി ടിയിൽ ഞാൻ കുറച്ച് ഓവർ അഗ്രസീവ് ആണത്. 25-30 കോൺവെർസേഷൻസ് എവറി ഡേ ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഞാൻ എത്ര സ്പീഡിലാണ് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നത്, ഞാൻ എന്തൊക്കെ രീതിയിൽ ഫീഡ്ബാക്ക് കൊടുക്കുന്നു, ഇതിൻ്റെ ഒരു ബിഹേവിയറൽ പാറ്റേൺ അതിൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. റൈറ്റ്. എൻ്റെ അടുത്ത് ചില സമയത്ത് പറയും, നിങ്ങൾ ഒരു പ്രോഗ്രാം ചെയ്ത് അടുത്ത പ്രോഗ്രാമിന് പോകുന്നതിന് ഇടയിലായിട്ട് നിങ്ങൾ ആ ഗ്യാപ്പ് പോലും നിങ്ങൾ ഭയങ്കരമായിട്ട് ഫിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. ഇപ്പോൾ 2 പ്രോഗ്രാംസ് ഇതിനിടയിൽ ഒരു ദിവസം ഫ്രീ കിട്ടി വരിക, എനിക്കപ്പോൾ ഗിൽട്ടാവും, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടില്ല. അതിനുവേണ്ടി ഞാൻ നടക്കുന്ന ഒരു മൃഗീയമായ അപ്രോച്ച് ഉണ്ട്. അത് അതിൻ്റെ ആവശ്യം Rest എൻജോയ് യുവർ ടൈം. ബിക്കോസ് അടുത്ത പ്രോഗ്രാം നന്നാക്കണമെങ്കിൽ നിങ്ങൾ ഇടയിൽ ഒരു ചെറിയ ടൈം വേണം, തിങ്കിങ് ടൈം വേണം. അതുപോലും നിങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് എന്ത് എക്സ്ട്രീം പോയാലും അത് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബെറ്റർനെസ്സിന് വേണ്ടി തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അത് ഒരിക്കലും ബാക്ക് ഫയർ ചെയ്യില്ല എന്ന് ഉറപ്പിട്ടോ. ഈ പറഞ്ഞ കമ്പനികൾക്കൊക്കെ അവരുടെ ആഗ്രഹം എന്താ അറിയാം, നമ്മൾ ഈ പ്രൊഡക്ട്സിനെ മേടിക്കണം, ഈ പ്രൊഡക്ട്സിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ വരരുതെന്നുള്ളതാണ്. റെസ്പോൺസിബിൾ സേഫ് കമ്പനീസ് ആയിട്ട് റൺ ചെയ്യുന്ന ഇവരുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ, ഇഫ് യു റിയലി ലുക്ക് അറ്റ് ഇറ്റ്. പിന്നെ അവിടെ ഇവിടേക്ക് ഇത് സംഭവിക്കുന്നുണ്ടില്ല എന്നുള്ളതാണ്. കാരണം ഒരു കമ്പനിക്ക് പോലും ഈ ഒരു പ്രൊഡക്റ്റ് ഒരു ഡേഞ്ചറസ് പ്രൊഡക്റ്റ് ആക്കണമെന്നില്ല. ബിക്കോസ് അവരുടെ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് എന്താ, ദിസ് ഷുഡ് ബി സൂപ്പർ യൂസ്ഫുൾ, മോർ ആൻഡ് മോർ പീപ്പിൾ ഷുഡ് ബൈ ദിസ്, മോർ ആൻഡ് മോർ പീപ്പിൾ ഷുഡ് ഹാവ് കോൺവെർസേഷൻ ഇൻ ദിസ്. അതാണ് അവരുടെ ആവശ്യം. അപ്പം പിന്നെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ എല്ലാ കമ്പനികളുടെയും ഇൻറ്റൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ തന്നെ വെബ്സൈറ്റിലുണ്ട്, അവരുടെ CEOs സംസാരിക്കുന്നതൊക്കെ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് കേട്ടിട്ടുണ്ട്. ഒരിക്കൽ പോലും ഇയാളെ എനിക്ക് സംശയത്തിൻ്റെ റഡാറിൽ നിർത്തുന്നതെന്ന് തോന്നിയിട്ടില്ല. ഇപ്പോൾ പലയിടത്തും സാം ആൽറ്റ്മാനെ പറ്റി പലതും പറയുന്നുണ്ട്. ഐ ഹാവ് ലിസൺ മോസ്റ്റ് ഓഫ് ദി ഇൻ്റർവ്യൂസ്. ഒരിക്കലും ഒരു ഇൻറ്റൻഷൻ മോശമായിട്ട് നമുക്ക് ക്ലൗഡിൻ്റെ CEO ബ്രില്യൻ ഗായ് ഡാരിയോ, അതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഇയാളൊക്കെയാണ് AI ലീഡർഷിപ്പിൽ വരേണ്ടതെന്ന് തോന്നും. അങ്ങനെയുള്ള ആളുകളാണ് ഇന്ന് ഒരു ടോപ്പ് AI കമ്പനീസിൻ്റെ ലീഡർഷിപ്പിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കും. ഗവൺമെൻറ്റ്സ് അല്ല കേട്ടോ, AI ലീഡർഷിപ്പ്. അപ്പോൾ ഫൈനലി ഒരു AI അറിയാത്ത ഒരാൾക്ക്, മേ ബി യുവർ ഗ്രാൻഡ് മദർ, അവരോട് AI എന്താന്ന് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും ഒറ്റ സെൻറ്റൻസിൽ? ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ AI ഏറ്റവും എളുപ്പത്തിൽ യൂസ് ചെയ്യാനായിട്ട് ഫോണിൽ ആപ്പ് വേണമെന്ന് പറയും. കാരണം പലർക്കും വെബ് ബ്രൗസറൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ചാറ്റ് ജി പി ടിയുടെ ആപ്പ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ക്ലോഡ് ഉണ്ടെങ്കിൽ അത്, പെർപ്ലെക്സിറ്റി ഉണ്ടെങ്കിൽ. ചാറ്റ് ജി പി ടിയുടെ ആപ്പിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പലർക്കും പ്രോംപ്റ്റിങ് ടൈപ്പ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വോയിസ് പറയാം. ഇംഗ്ലീഷിലും ഉണ്ടെങ്കിൽ നല്ലത്. കാരണം ഇംഗ്ലീഷാണ് അതിൻ്റെ പ്രൈമറി ലാംഗ്വേജ്. നമുക്ക് വോയിസ് ഡിറ്റേഷൻ, അപ്പോൾ പ്രോംപ്റ്റ് നമ്മൾ എഴുതാതെ നമുക്ക് വോയിസ് ഡിറ്റേഷൻ വെച്ച് പറയാൻ പറ്റും. വോയിസ് ഡിറ്റേഷൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് കോണ്ടെക്സ്റ്റ് പറയും. എഴുതാൻ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് പവർഫുൾ ആയിരിക്കും. വി ആർ ജസ്റ്റ് ത്രോയിങ് സം വേർഡ്സ്. ഇത് ഇങ്ങനെയാണ് തുടങ്ങിയത്. നമ്മളൊരു റിയൽ ഫ്രണ്ടിനോട് പറയുന്ന പോലെ നമ്മളൊരു 1 മിനിറ്റ് ബ്രീഫിംഗ് നടത്തി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ഔട്ട്പുട്ട് ഡിഫറെൻ്റ് ആണ്. അപ്പം ഈ പറഞ്ഞ ഒരു ഇപ്പം ജഡ്ജ് ചെയ്യുന്നത് വെച്ച് ആഫ്റ്റർ 10 years AI ഇത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു കാര്യം? ആഫ്റ്റർ 10 years പറയാൻ 100 years ഓഫ് ഇൻ്റർനെറ്റ് ആണോ that? എനിക്ക് ഒരിക്കലും അതിന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല സത്യം പറയാം. പക്ഷെ നമ്മുടെ വർക്ക്, ലൈഫ്, എവറിത്തിങ് വിൽ ചേഞ്ച് ഗ്രാജുവലി. ഇതൊന്നും ഞെട്ടിക്കുന്ന രീതിയിലല്ല വരില്ല. ഇപ്പോൾ 3 കൊല്ലം മുമ്പ് ഇത് വന്നപ്പോൾ നമ്മൾ അതിനെ അത്ര സീരിയസ് എടുത്തില്ല. കുറച്ചൊക്കെ നമ്മൾ നോക്കി. ഇന്ന് നമുക്കതൊരു ഡെയിലി പാർട്ട് ഓഫ് ലൈഫായി. 25 കോൺവെർസേഷൻസ് എവറി ഡേ നടത്താൻ തുടങ്ങി. ചിന്തിക്കാൻ പറ്റുമോ അതിന് മുമ്പ് നമ്മൾ AI ആയിട്ട് കോൺവെർസേഷൻ നടത്തുക എന്നുള്ളത്? നമ്മുടെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഹാബിച്വൽ കണ്ടീഷനിങ്. ഹ്യൂമൻ മൈൻഡിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ പറയുക, എന്ത് വന്നാലും നമ്മൾ കണ്ടീഷൻഡ് ആവും എന്നുള്ളതാണ്. എന്ത് മൃഗീയ സംഭവം, നാളെ യുദ്ധം തുടങ്ങുന്നതായിരിക്കും. നമ്മൾ 10 ദിവസമൊക്കെ നമ്മൾ അതിനെപ്പറ്റി സ്ട്രെസ് ആവും. കുറച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ റിയാലിറ്റി. ഈ ഒരു AI വേൾഡ് എന്ന് പറയുന്നത് എക്സ്ട്രീം ആണെങ്കിലും ഹ്യൂമൻസ് വിൽ അഡ്ജസ്റ്റ് ടു ഇറ്റ്. അതാണ് നമ്മുടെ മൈൻഡിൻ്റെ ഗുണം.